ഫ്രണ്ട്സ്, വണ്ടി ഹോണ്ട WRV ആണ്. 2018 മോഡൽ വണ്ടിയാണ്. അതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷൻ ഹെവി നോയ്സ്, ഫ്രണ്ടേജ് കംപ്ലീറ്റും. നേരത്തെ നമ്മുടെ ഇവിടെ ഉള്ള കസ്റ്റമർ തന്നെയാണ്, ലോക്കൽ കസ്റ്റമർ തന്നെയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് പാർട്സ് എല്ലാം ഓർഡർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് പണിയാൻ കയറ്റിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ WRVയുടെ ഒക്കെ സാധനം കിട്ടാനായിട്ട് ഇത്തിരി റയറാണ്, പുറത്ത് കിട്ടാനൊക്കെ. പുറത്തുനിന്ന് മാത്രമല്ല, OE പാർട്സ് എന്തായാലും പുറത്ത് കിട്ടുന്നില്ല, റയറാണ്. പിന്നെ നമുക്ക് അതർ ബ്രാൻഡാണെന്നുണ്ടെങ്കിലും ആ പാർട്സ് കിട്ടാൻ ഇത്തിരി പ്രയാസം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വണ്ടി ഓടിച്ച് നോക്കി അതിൻ്റെ കംപ്ലൈൻ്റ് എല്ലാം മനസ്സിലാക്കി സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്ത് വന്ന് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇപ്പം പക്ഷേ നമുക്ക് ലോക്കൽ കസ്റ്റമർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ചെക്ക് ചെയ്തിട്ട് പിന്നെ വണ്ടി കൊടുത്തു വിട്ട് നമുക്ക് അങ്ങനെ. ഇല്ലാതെ ലോങ്ങിൽ നിന്ന് വരുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ലോങ്ങിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് പാർട്സ് ഓർഡർ ചെയ്ത് വന്നതിന് ശേഷം മാറ്റി കൊടുക്കാമെന്ന് മാത്രം. അപ്പോൾ ഇതിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഷോക്ക്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ടയർ റോഡ് എൻഡ്, സ്റ്റെബിലൈസർ, ലിങ്ക് റോഡ്, ലോവർ ആം കംപ്ലീറ്റും കംപ്ലൈൻ്റ് ആയിരുന്നു. ഏകദേശം വണ്ടി 1,90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയ്ക്കും മേജർ ഇഷ്യൂസ് ഒന്നും ചെയ്തിട്ടില്ല. സെക്കൻഡ് ഹാൻഡ് എടുത്താണ് കസ്റ്റമർ. സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ടാണെങ്കിലും വണ്ടി കുറേ നാളായിട്ട് കയ്യിലുള്ളത് തന്നെയാണ്, കസ്റ്റമറുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സൗണ്ട് വെച്ച് അങ്ങനെ കുറേ ഓടി കസ്റ്റമർ. പിന്നെ നമ്മുടെ അടുത്ത് ചെക്ക് ചെയ്യാൻ വന്നതിന് ശേഷം ജനറൽ സർവീസ് കാര്യങ്ങളെല്ലാം കമ്പനി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ടാണ്. ഹോണ്ടയുടെയൊക്കെ ആയതുകൊണ്ട് സർവീസ് കോസ്റ്റ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ പാർട്സിൻ്റെ കോസ്റ്റ് ആണെങ്കിലും ശരി, നല്ലൊരു എമൗണ്ട് വരും. അതുപോലെ തന്നെ പ്ലസ് GST കാര്യങ്ങളെല്ലാം വരുന്നതാണ്. നമ്മുടെ അടുത്ത് GST ഉണ്ടെങ്കിലും എന്തെങ്കിലും നമ്മളത് അനുസരിച്ച് കസ്റ്റമറുടെ അടുത്ത് നമ്മൾ ഈടാക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കോട്ട് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് വന്നപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഫ്രണ്ട് സസ്പെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുകയായിരുന്നു. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കടമുട എന്ന് പറഞ്ഞ കളവണ്ടി ഓടുന്ന പോലുള്ളൊരു ഫീലാണ് നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഫുള്ളായി ചെക്ക് ചെയ്തപ്പോൾ ഫുൾ സസ്പെൻഷൻ പാർട്സ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് ഓർഡർ ചെയ്ത് സസ്പെൻഷൻ പാർട്സ് എല്ലാം നമ്മൾ മോൺട്രോടെയാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഇതിനകത്ത് കംപ്ലീറ്റും. പിന്നെ ഷോക്കിൻ്റെ മൗണ്ട് മാത്രം നമ്മൾ ഒറിജിനൽ ഇട്ടുന്നത്. റബ്ബർ ബുഷ് OE ഇടാതിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ഷെയ്ക്ക് വരും. അപ്പോൾ ഈ ഹോണ്ടയുടെയൊക്കെ OE പാർട്സ് നമുക്ക് പുറമേ കിട്ടുമ്പോൾ MRPയേക്കാളും കൂടുതലാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. നമുക്ക് പിന്നെ വേറെ നിവൃത്തിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് മൗണ്ടൊക്കെ ഏകദേശം ഒരു 850-900 രൂപയെ വരുള്ളൂ. പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് 1,100-1,200 രൂപ ആ റേഞ്ചൊക്കെ വരും. പക്ഷേ ഇടേണ്ട സ്ഥാനത്ത് OE ഇടാതെ നമുക്ക് വേറെ നിവൃത്തിയില്ല. കമ്പനിക്കാരും ഈ പാർട്സ് ഒരിക്കലും പുറത്തു വിടുന്നില്ല. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഈ വണ്ടി ഇറക്കി ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം, അല്ലാന്നുണ്ടെങ്കിൽ പാർട്സ് പുറത്ത് തരില്ല എന്നുള്ളൊരു നിർബന്ധം പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന വണ്ടികളാണെങ്കിലും ശരി, അവർക്ക് ഗുഡ് സർവീസ് കമ്പനിയിൽ കിട്ടുന്നുണ്ടായിരിക്കും, എന്താണെന്ന് അറിയില്ല. പക്ഷേ അവർക്ക് വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇതാകുന്നില്ല. അതുകൊണ്ടാണ് പൊതുവെ കസ്റ്റമേഴ്സ് പുറമേ വർക്ക്ഷോപ്പുകളിൽ അന്വേഷിക്കുന്നതും അതുപോലെ ചെയ്യുന്നതും. എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. പക്ഷേ അതിൻ്റെ പാർട്സിൻ്റെ അവൈലബിലിറ്റി നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ അതും വല്ലാത്തൊരു പ്രയാസമാണ് നമുക്ക് ചെയ്യുമ്പോൾ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ജെന്യൂൻ പാർട്സ് ഇട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സ് തൃപ്തിയാവുള്ളൂ. അതുപോലെ തന്നെ വണ്ടി നമുക്ക് ഗ്യാരണ്ടിയോട് കൊടുക്കാൻ പറ്റുള്ളൂ. നോർമൽ പാർട്സ് ഇടുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവില്ല, ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നമുക്ക് കിട്ടാത്ത വലിയ ഇതാണ്. പിന്നെ ടൊയോട്ടയൊക്കെ ഇതുപോലെ ആയിരുന്നു നേരത്തെ, സർവീസ് പാർട്സുകളൊന്നും പുറത്ത് കിട്ടാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ കംപ്ലീറ്റും അതിൻ്റെ ഒരു ഡീലറേ വന്നിട്ടുണ്ട് നമുക്ക് കേരളത്തിൽ. ഇപ്പോൾ പാർട്സ് ടൊയോട്ടയുടെ എല്ലാ ഒറിജിനൽ പാർട്സും കൊടുക്കുന്നത് വന്നിട്ട് മീനാക്ഷി ടൊയോട്ടയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ടീമേ വന്നു തുടങ്ങി. മാരുതിയിലൊക്കെ സായി എന്ന് പറഞ്ഞിട്ടൊരു സ്പെയർ പാർട്സ് ഷോപ്പുണ്ട്, പുറമെ ഒറിജിനൽ പാർട്സ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ടൊയോട്ടയും ഇപ്പോൾ മീനാക്ഷി ടൊയോട്ട വഴി നമുക്ക് സപ്ലൈ വരുന്നുണ്ട്. അതുപോലെ എല്ലാ കമ്പനിയും നമുക്ക് ഇതുപോലെ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു ഗുഡ് ക്വാളിറ്റി സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കമ്പനിയിൽ പോകുമ്പോൾ ശരിയാവുന്നുണ്ട്, കമ്പനിയിൽ പോകുമ്പോൾ ഇതാകുന്നുണ്ട്, ലോക്കൽ വർക്ക്ഷോപ്പിലേക്ക് പോകുമ്പോൾ മാറുന്നുണ്ട്, ശരിയാവുന്നില്ല എന്ന് പറയുന്നതിന് മെയിൻ കാരണം നമുക്ക് ഒറിജിനൽ പാർട്സ് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ്. ഒറിജിനൽ പാർട്സ് കിട്ടിയാൽ നമുക്ക് ഗ്യാരണ്ടിയോട് കൂടിയിട്ട് നമുക്ക് വണ്ടി സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ OE വരുന്ന ബ്രാൻഡ് തന്നെയാണ് നമുക്ക് പുറമേ കിട്ടുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല. ചില ഇതൊക്കെ ബുഷസ്, മൗണ്ടിങ്, ഇതൊക്കെ നമ്മൾ സാധാരണ നോർമൽ ബ്രാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം അതിനനുസരിച്ച് ക്വാളിറ്റി കിട്ടില്ല.
നമ്മൾ ചെയ്ത് കൊടുത്താലും ഏകദേശം ഒരു 20,000-30,000 കിലോമീറ്റർ വരുമ്പോൾ അത് ചിലപ്പോൾ കംപ്ലയിൻറ്റ് റിട്ടേൺ കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ പാർട്സ് മാക്സിമം നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സർവീസ് ആണെന്നുണ്ടെങ്കിൽ ശരി പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി ആക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ മെയിനായിട്ട് ടൊയോട്ട നമുക്ക് ഫോക്കസ് ചെയ്ത് കറക്റ്റ് എന്താ പറയുക സർവീസ് കറക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. കാരണം നമുക്ക് എല്ലാ പാർട്സും അവൈലബിൾ ആണ്, ഒന്നും ഇല്ലാത്തതില്ല, എല്ലാം കറക്റ്റ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഗുഡ് സർവീസ് നമുക്ക് ടൊയോട്ടയിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ ഗ്യാരണ്ടിയും കൊടുക്കാൻ പറ്റും. ചില വണ്ടികൾ നമുക്ക് ഇതുപോലുള്ള വണ്ടികളൊക്കെയാണ് നമുക്ക് ഗ്യാരണ്ടി ചില സാഹചര്യങ്ങളിൽ കൊടുക്കാൻ കഴിയാത്തത്. കാരണം എന്താ വെച്ചാൽ ഇടുന്ന പാർട്സുകൾ അങ്ങനത്തെ ആയിരിക്കും. നമ്മളിപ്പോൾ എത്ര തന്നെ നല്ല രീതിക്ക് പണിതാലും ആ ഇടുന്ന പാർട്സിന് നോർമലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ടൊയോട്ടയിൽ തന്നെ ഞാൻ നോർമൽ പാർട്സ് ഇടാറുണ്ട്, പക്ഷേ അത് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം നമുക്ക് OE വരുന്ന അതേ ബ്രാൻഡിലും അതേ ക്വാളിറ്റിയിലും ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. മാക്സിമം നമ്മൾ നോക്കിയിട്ട് തന്നെ ചെയ്യുള്ളൂ. എങ്കിലും നമുക്ക് ഈ ഒരു സംഭവം കൂടെ നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ റിനോൾട്ടിൻ്റെ ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ MRPന് ഇവിടെ റേറ്റ് നല്ല വ്യത്യാസമാണ്, നല്ല വേരിയേഷൻ പറഞ്ഞാൽ നല്ല വേരിയേഷനാണ്. നമുക്ക് അത് കറക്റ്റായിട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റില്ല. അതെന്താ വെച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്യും ഒരു സാധനം, ഒരു പാർട്സ് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിട്ട് അത് കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 100-200 രൂപ വ്യത്യാസമായിരിക്കും വരുന്നത്. പക്ഷേ അത് കസ്റ്റമർ അന്വേഷിക്കുകയും ചെയ്യും. കസ്റ്റമർ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൽ നോക്കിയാൽ തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന സാധനം എത്ര രൂപയുള്ളൂ, എന്താണ് ഇതാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ നമുക്കത് എടുത്തിട്ട് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്താ വെച്ചാൽ 800 രൂപ സാധനം ചിലപ്പോൾ 1000-1200 ആയിക്കഴിഞ്ഞാൽ അവർ നമ്മളെടുത്ത് ചോദ്യം ചെയ്യും. അതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ സാധാ നോർമൽ പുറമേ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് നമുക്ക് ഉള്ളത്. പാർട്സിൻ്റെ കിട്ടാത്തൊരു ബുദ്ധിമുട്ടാണ് മെയിനായിട്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ വണ്ടി പക്കയായി, സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രഫ്രോട്ടിലാണ് ഓടുന്നത്. നമുക്ക് ഇൻറ്റീരിയറിൽ യാതൊരു സൗണ്ടില്ല. ലെഫ്റ്റ് സൈഡ് സീറ്റ് മാത്രം റെയിൽ ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ക്ലിയർ ആക്കി കൊടുക്കണം. ബാക്കിയുള്ള സസ്പെൻഷൻ നോയ്സ്, നേരത്തെ ഉണ്ടായിരുന്ന നോയ്സ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നമ്മൾ മാറ്റിയത് ഫ്രണ്ട് ഷോക്ക്, റിയർ ഷോക്ക്, അതുപോലെ തന്നെ ലോവർ ആം, സ്റ്റെബിലൈസർ, ലിങ്ക് റോഡ്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ടൈറോഡ് എൻഡ്. ലിങ്ക് റോഡ് ഞാൻ കഴിഞ്ഞ സർവീസിന് ഞാൻ മാറ്റി വിട്ടത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഷേക്ക് ഉണ്ടായിരുന്നു, നല്ല സൗണ്ടായിരുന്നു. വണ്ടി ഓടിക്കാനേ പറ്റില്ല. നമ്മൾ കട്ട് റൂട്ട് എന്നല്ല, നോർമൽ റോട്ടിൽ തന്നെ വണ്ടി ഒന്നും ഇങ്ങനെ ഇളകിയാൽ തന്നെ കടമുട എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കും. അത് കൂടുതലായിട്ടും ബാലൻസ് റോഡ് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു സൗണ്ട് ഫീലിംഗ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ വണ്ടി ചരിയുമ്പോഴൊക്കെ ആ ഒരു കടകടകടാന്നുള്ളൊരു സൗണ്ട് വരും. അപ്പോൾ അത് നേരത്തെ ഞാൻ മാറ്റി വിട്ടുന്നു. ആ മാറ്റി വിട്ടപ്പോൾ തന്നെ നേരത്തെ ഒരു 100-50% സൗണ്ട് അറസ്റ്റായി. പിന്നെ ബാക്കിയുള്ള സൗണ്ടാണ് നമ്മൾ സാധനം ഓർഡർ ചെയ്ത് കൊണ്ടുവന്നത്. പിന്നെ ഇതിൽ ടയർ 4 പക്ക മൊട്ട ആയതുകൊണ്ട് മൊത്തം തേഞ്ഞിരിക്കാം. അതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ റോഡിലെ എല്ലാ ഷോക്കുകളും നമുക്ക് ബോഡിയിലേക്ക് വരുന്നത് എന്താ വെച്ചാൽ റോഡിൻ്റെ പകുതി ഷോക്കും നമ്മുടെ ടയർ തന്നെ എടുക്കണം. റേഡിയൽ ടയറൊക്കെ ആകുമ്പോൾ റോഡിലെ ചെറിയ കുഴികൾ, ഇതുപോലെ കട്ടർ, ചെറിയ ജെല്ലി പോലത്തെ മെറ്റൽ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ടയർ തന്നെ അബ്സോർബ് ചെയ്യും പകുതി ഇത്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് ബോഡിയിലേക്ക് വരുള്ളൂ. പക്ഷേ ഇത് ടയർ ഒട്ടും തന്നെ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഫീലിംഗ് നല്ലവണ്ണം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടയർ ഇല്ലാത്തതിൻ്റെ ഒരു ഹമ്മിങ് നോയ്സ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ടയറും 3-4 അടുത്തൊക്കെ ബൾജായി നിൽക്കുകയാണ്. ഇതിപ്പോൾ ഈ സസ്പെൻഷൻ വർക്ക് കഴിഞ്ഞ് നേരെ കസ്റ്റമർ കൊണ്ടുപോകുന്നത് ടയർ മാറ്റി അലൈൻമെൻറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, പറഞ്ഞ കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്താലും മതി. ടയർ മാറിക്കഴിഞ്ഞാൽ പക്ക നീറ്റാവും. സ്റ്റിയറിങ്ങും നല്ല ഫ്രീ ആവും. ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് സ്റ്റിയറിങ്, മൈന്യൂട്ടായിട്ട് ഒരു 10% അങ്ങനെ. പക്ഷേ ആ ടയറും കൂടെ മാറുമ്പോൾ അതും പക്ക സോൾവ് ആവും. എന്തായാലും വന്ന കംപ്ലൈൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് സോൾവ് ചെയ്തിട്ടുണ്ട്. വണ്ടിയും ഇപ്പോൾ പക്ക നീറ്റായിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓടിച്ച് നോക്കണമെന്നുണ്ടെങ്കിലും അലൈൻമെൻറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് കംപ്ലൈൻറ്റ് പോയോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അലൈൻമെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അലൈൻമെൻറ്റ് ചെയ്തിട്ടാണ് കസ്റ്റമറിൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ടയർ മാറാൻ പോകുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 30-32 കിലോമീറ്റർ ഉണ്ട്. അതുവരെ നമ്മൾ ഈ സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് മാറിയ ഈ ഒരു ലെവലിൽ വണ്ടി കൊണ്ടുപോകാൻ കസ്റ്റമർക്ക് പറ്റില്ല. നമ്മൾ ചിലപ്പോൾ പയ്യെ കൊണ്ടുപോകായിരിക്കും, പക്ഷേ കസ്റ്റമർക്ക് അത് കൊണ്ടുപോകാൻ പറ്റില്ല. നല്ല സൗണ്ട് ഉണ്ടാക്കും, ഓ എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ടയർ മാറി ഒന്നുകൂടെ അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പക്കയാവും. അപ്പോൾ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ നീറ്റായിട്ട് തന്നെ ഉണ്ട്. വന്ന കംപ്ലൈൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.